നമസ്കാരം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആറ്റം ബോംബ് എന്ന പേരിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ നടത്തിയ കുറെ ആരോപണങ്ങളെക്കുറിച്ച് എന്റെ ഒരു അഭിപ്രായം പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് മീഡിയ വൺ ചാനൽ പറഞ്ഞിരിക്കുന്നത്, രാഹുൽ തുറന്നു വിട്ട ആരോപണങ്ങൾ തെരുവിൽ, അതായത് ഭാരതത്തിന്റെ തെരുവുകളിൽ വലിയ പ്രക്ഷോഭങ്ങളും തെരുവുകൾ നിറയ്ക്കേണ്ട സമയവും അതിക്രമിച്ചു എന്നാണ് അവരുടെ ആഗ്രഹമാണ് അവർ പറയുന്നത്. രാജ്യത്തൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് മീഡിയ വൺ പറയുന്നത്. അവരതിൽ അങ്ങനെ സംഭവിച്ചാൽ അവരതിൽ സന്തോഷിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നില്ല എന്നതിൽ അവർക്കുള്ള ദുഃഖമാണ് അവർ രേഖപ്പെടുത്തുന്നത്. എന്റെ മീഡിയ വണ്ണെ, അത് എന്തുകൊണ്ടാണെന്നറിയാമോ സംഭവിക്കാത്തത്? കാരണം നാട്ടുകാര് രാഹുൽ ഗാന്ധി പറയുന്നതിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ ജനഹിതത്തിനെതിരായിട്ട്, പൊതുജനബോധത്തിനെതിരായിട്ട് സംഭവങ്ങൾ നടക്കുമ്പോൾ എല്ലാ കാലത്തും ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇവിടെ അത് സംഭവിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ജനങ്ങൾ രാഹുൽ ഗാന്ധി പറയുന്നതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് തെരുവിലിറങ്ങാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ജനാധിപത്യം കൊടുത്തിട്ടുണ്ട്. അതിനെയൊന്നും ആരും ഹനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാറില്ല. എന്നിട്ടും നാട്ടുകാർ തെരുവിൽ ഇറങ്ങുന്നില്ല, ഇവരുടെ ആഗ്രഹത്തിനൊത്ത് തെരുവിൽ ഇറങ്ങുന്നില്ല എങ്കിൽ അതിന് കാരണം രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ഇതിന് മുമ്പ് EVM മെഷീൻസിനോടായിരുന്നു ദേഷ്യം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്, അതായത് 2014 ജനറൽ ഇലക്ഷൻ നടന്നത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലാണ്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിൽ നടന്ന ജനറൽ ഇലക്ഷനിൽ പോലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ഈ EVM-ൽ തട്ടിപ്പ് കാണിച്ചാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചുകൊണ്ടിരുന്നത്. 2019 ആയി കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങ് മൂർച്ഛിച്ചു. EVM ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതെന്നാണ് ഇവിടുത്തെ രാഹുൽ ഗാന്ധിയും ഒരു വലിയ പരിധി വരെ ഈ അരവിന്ദ് കെജ്രിവാളും പറഞ്ഞുകൊണ്ട് നടന്നത്. അവസാനം EVM-ന്റെ കുഴപ്പം എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ ഇവർക്ക് വേണ്ടി ഒരു സെഷൻ അറേഞ്ച് ചെയ്തിരുന്നു. ഒരു മനുഷ്യൻ ആ വഴി പോയിട്ടില്ല. അതിനുശേഷം ഇവർ EVM-നെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ജനങ്ങൾ വിശ്വസിക്കുക ഇവര് ഇത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മാത്രമല്ല, അതിനുശേഷം ഇയാൾക്ക് ഈ റഫേൽ ആയിരുന്നു പ്രശ്നം. നമ്മളുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി റഫേൽ വിമാനങ്ങൾ മേടിക്കുന്നതിനെ നഖശിഖാന്തം എതിർത്ത വ്യക്തിയാണ് ഈ രാഹുൽ ഗാന്ധി. എന്തിനാ എതിർക്കുന്നതെന്ന് ഇയാൾക്കും അറിയത്തില്ല. റഫേൽ ഇടപാട് മുഴുവൻ അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഇയാളെ ഇതെല്ലാം എടുത്ത് ചവറ്റുകൊട്ട ഇട്ടിട്ട് പറഞ്ഞു, മോനെ അതിനകത്തൊന്നും കുഴപ്പമില്ല, നീ പോടാന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെ മുന്നിൽ മാപ്പും പറഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വന്നു. ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുക വീണ്ടും. പിന്നെ ഇയാൾക്ക് അദാനി കുഴപ്പക്കാരൻ, അംബാനി കുഴപ്പക്കാരൻ, അതിന്റെയൊക്കെ പേരിൽ പാർലമെന്റിനകത്ത് കിടന്ന് അലക്കിയാണ്. കൂട്ടത്തോടെ കൂവാണ്. നരേന്ദ്രമോദി സംസാരിക്കാൻ എണീച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്നത് ഈ ലോകത്തെ ജനങ്ങൾ കേൾക്കരുത്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിരന്തരം കൂവുന്ന സൗണ്ട് കേൾക്കുക. എന്തിനാണ് ഇവർ കൂവുന്നതെന്ന് ഇവർക്കും അറിയത്തില്ല. സ്തംഭിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കൂവുന്നതെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഒരു ചർച്ച അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട്ട് വരത്തില്ല, അന്നേരം വാക്കൗട്ട് ചെയ്യും. ഇതാണ് ഇവരുടെ പരിപാടി. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ കാണിക്കും, അപ്പൊ കൂവൽ നിർത്തും. വീണ്ടും സിഗ്നൽ കാണിക്കുമ്പോൾ കൂവൽ തുടങ്ങും. ഇതാണ് പാർലമെന്റിനകത്ത് ഇവർ ചെയ്യുന്ന കലാപരിപാടി. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു കാരണവുമില്ലാതെ കൂവിക്കൊണ്ടിരിക്കും. ഇപ്പം പുതിയൊരു ആരോപണമാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്നത്. 2024 ഇലക്ഷൻ നരേന്ദ്രമോദി ജയിച്ചത്, നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ കാരണം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇലക്ഷൻ കമ്മീഷനും നരേന്ദ്രമോദി സർക്കാരും ചേർന്ന് തിരിമറി നടത്തിയാണ് അധികാരത്തിൽ വന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇദ്ദേഹം പറയുന്നത്, ഈ ഉദാഹരണമായിട്ട് പറയുന്നത് കർണാടകത്തിലെ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ചാണ്, മഹാദേവപുരം എക്സാമ്പിളായിട്ട് പറയുന്നത്. ബാംഗ്ലൂർ സെൻട്രലിലെ ലോക്സഭാ
കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു മണ്ഡലമാണ് ഈ മഹാദേവപുരം എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാരെ ഈ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ BJP തിരികെ കയറ്റി അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് അങ്ങനെയാണ് ആ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി BJP പിടിച്ചെടുത്തതെന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. ഇദ്ദേഹം അതിന്റെ വലിയൊരു ലിസ്റ്റൊക്കെ കാണിക്കുന്നത്, അതിലേക്ക് ഞാൻ വരാം. അവിടെ ഈ 1.5 ലക്ഷം ആൾക്കാരെ BJP ചേർത്തു എന്നുള്ളതിന് ഇയാളുടെ കയ്യിൽ തെളിവില്ല. അത് ഇനി അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ BJPക്കാർ ചേർത്താണോ എന്നുള്ളതിനും ഇയാളുടെ കയ്യിൽ തെളിവില്ല. ഇനി ഈ 1.5 ലക്ഷം ആൾക്കാരെ ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ മുഴുവൻ BJP വോട്ട് ചെയ്തു എന്നുള്ളതിനും ഇയാളുടെ കയ്യിൽ തെളിവില്ല. പക്ഷെ ഇയാളിങ്ങനെ പറയുകയാണ്. അതാണ് ഇയാളുടെ ഒരു ആരോപണം. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണം, ഈ 1 ലക്ഷം ആൾക്കാരെ ഈ മഹാദേവപുര എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ആഡ് ചെയ്തു എന്നിരിക്കട്ടെ, അതിലെന്താണ് തെറ്റ്? നമ്മുടെ ജനാധിപത്യ പ്രോസസ്സിൽ 18 വയസ്സിന് മേലുള്ള എല്ലാ പൗരന്മാരും ജനാധിപത്യത്തിന്റെ പാർട്ടാകണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. അതിനുവേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ ആവുമ്പോഴാണ് ഈ ജനാധിപത്യ പ്രോസസ് സക്സസ്ഫുൾ ആവുന്നതും. അതിന്റെ ഈ നാട്ടിലെ എല്ലാ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാ അംഗങ്ങളെയും കൊണ്ടും വോട്ട് ചെയ്യിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഒരു സാധാരണ പൗരനായ എന്റെയും നിങ്ങളുടെയും കടമയും അത് തന്നെയാണ്. ഇനി 1 ലക്ഷം ആൾക്കാരെ BJP ചേർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് തെറ്റ്? അതിനകത്തൊരു തെറ്റുമില്ല, അതാണ് ചെയ്യേണ്ടത്. ഇനി BJP ചേർത്തു എന്നുള്ളതാണോ ഇയാളുടെ കുഴപ്പമെന്നറിയില്ല. കോൺഗ്രസ്സുകാർ ചെയ്യാതിരിക്കുന്നതാണോ ഇയാളുടെ കുഴപ്പം, അതോ കോൺഗ്രസ്സുകാർ ചെയ്യാത്തത് BJPക്കാർ ചെയ്യുന്നതാണോ ഇയാളുടെ കുഴപ്പമെന്ന് ഇയാൾ വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പം അത് തെറ്റല്ല. പിന്നെ ഈ കർണാടകത്തിൽ തന്നെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 3-4 അല്ലെങ്കിൽ മാക്സിമം ഒരു 10-20 പേരുള്ള ഒരു ഓഫീസാണത്. അവർക്ക് വേണ്ടി ഈ അഡീഷനും ഡിലീഷനും അവർക്ക് ID കാർഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത് സ്റ്റേറ്റ് മിഷണറിയാണ്. സ്റ്റേറ്റ് മിഷണറി ആരാണ്? സിദ്ധരാമയ്യ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. അപ്പൊ അവര് BJP സർക്കാരിന് വേണ്ടി നരേന്ദ്രമോദിയുടെ കൂടെ ചേർന്ന് ഇലക്ഷൻ കമ്മീഷന്റെ കൂടെ ചേർന്ന് ഇതൊക്കെ ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്താണ് ഇയാളുടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം? അപ്പൊ ഇത് കൊണ്ടാണ് നാട്ടുകാർ ഇയാളെ വിശ്വസിക്കാത്തത്. ഇനി ഈ 1 ലക്ഷം ആൾക്കാർ ഈ മഹാദേവപുരം എന്ന് പറയുന്ന സ്ഥലത്തെ 1 ലക്ഷം BJP ആഡ് ചെയ്തു എന്ന് നരേന്ദ്രമോദി ഈ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്ന 1 ലക്ഷം ആൾക്കാർ അവർ വന്ന് മഹാദേവപുരത്തിലും വോട്ട് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് കർണാടകത്തിലെ വേറൊരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് കയ്യിൽ മഷി തേക്കുന്നത്. ഇനി ഈ കയ്യിൽ തേച്ച മഷിയെല്ലാം BJPക്കാരെല്ലാം കൂടെ ചേർന്ന് ആസിഡ് ഒഴിച്ച് കഴുകിയിട്ട് വേറൊരിടത്ത് പോയി വോട്ട് ചെയ്തു എന്ന് വേണേൽ ആരോപിക്കാം. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇയാൾ ഈ മഹാദേവപുരത്ത് മാത്രമല്ല, 10-30 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇന്ത്യ മുഴുവൻ BJP ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1 ലക്ഷം പേരെ ഇതുപോലെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ 10-30-35 കോൺസ്റ്റിറ്റ്യുവൻസിയിലൂടെ ചേർന്ന് ഏതാണ്ട് 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷത്തിനടുപ്പിച്ച ആൾക്കാരെ ഇതുപോലെ കയ്യിൽ ആസിഡ് ഒഴിച്ച് മഷി കളഞ്ഞിട്ട് തിരിച്ച് വേറൊരിടത്തോടെ വോട്ട് ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത്രയും വലിയൊരു പ്രക്രിയ ചെയ്തത് 1.5 കൊല്ലത്തിന് ശേഷം പോലും ഒരാളും മുന്നോട്ട് വന്ന് ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചു എന്ന് പറയുന്നില്ല. ഒരാളെങ്കിലും പറയേണ്ടതല്ലേ? എന്താണ് കാരണം? ഇതുകൊണ്ടാണ് ഇയാൾക്ക് വിശ്വാസ്യത ഇല്ലാതായി പോകുന്നത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ അന്ന് വരെയുള്ള കൺസോളിഡേറ്റഡ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും. കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ടാവും. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിന്റെ സ്രോതസ് ഈ ലിസ്റ്റാണ്. അത് അനുസരിച്ചാണ് അവര് ഈ ഗ്രഹസമ്പർക്കം നടത്തുന്നത്. നമ്മളുടെയൊക്കെ വീട്ടിൽ ഇവർ ഈ സ്ലിപ്പുമായിട്ട് വരത്തില്ലേ, അതൊക്കെ ഇവര് എടുക്കുന്നത് ഈ ലിസ്റ്റിൽ നിന്നാണ്. അന്നൊന്നും ഈ 1 ലക്ഷം ആൾക്കാരുടെ പേര് ഈ കോൺഗ്രസ്സുകാർ ഒരു പരാതിയും എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പൊ ഈ ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി അറിയിക്കാൻ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിമിലൊന്നും ഇവര് ഒരു പരാതിയും എവിടെയും ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് ഉന്നയിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം
ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രോസസ് അവിടെ നടക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് പരാതിപ്പെടുവാനുള്ള അവസരമുണ്ട്. ഈ ബൂത്തിലൊക്കെ ഇവരുടെ ഏജൻസികൾ ഇരിക്കുന്നതാണ്. ഈ 1,00,000 ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിട്ട് പോയിട്ട് ഈ കോൺഗ്രസിന്റെ ഏജന്റന്മാര് വായി നോക്കിയിരിക്കുകയായിരുന്നു അവിടെ. എന്തിനെ അവർ പരാതിപ്പെട്ടില്ല? കാരണം ഇയാൾ പറയുന്നത് കള്ളമാണ്. ജെന്യുവനായിട്ടുള്ള ആൾക്കാരെ വോട്ട് ചെയ്യിക്കാതിരിക്കാൻ പറ്റത്തില്ല. ജെന്യുവനായിട്ട് ആഡ് ചെയ്യപ്പെട്ട് വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ എങ്ങനെ പറഞ്ഞുവിടാൻ നോക്കും? എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത്? അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം 45 ദിവസം വീണ്ടും സമയമുണ്ട് എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉന്നയിക്കാൻ. ഇവിടെ ഒന്നും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഒരു പരാതിയും ഇലക്ഷൻ കമ്മീഷന് മുന്നേ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഏതാണ്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് പറയുകയാണ് ആ ഇലക്ഷൻ മുഴുവൻ മാനിപ്പുലേറ്റഡ് ആയിരുന്നു, എനിക്കതിൽ വിശ്വാസമില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാണ് ജനങ്ങള് തെരുവിലിറങ്ങാത്തത് ഇയാൾ പറഞ്ഞു കേട്ടിട്ട്. കാരണം സാമാന്യ ബോധമുള്ളവന് ആദ്യത്തെ ദിവസം ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. രണ്ടാമത്തെ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഇയാൾ കള്ളത്തരം പറയുകയാണെന്ന്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിക്കാൻ കോൺഗ്രസിനകത്ത് ഇയാളുടെ ചില വാലാട്ടികളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് നിൽക്കുന്നത്. ഇയാളുടെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ നടന്ന സ്റ്റേറ്റ് ഇലക്ഷനും അവിടുത്തെ ലോക്സഭാ ഇലക്ഷനും മാനിപ്പുലേറ്റഡ് ആണെന്ന് സ്റ്റാലിൻ സമ്മതിക്കും. 37 സീറ്റും DMKയും കോൺഗ്രസോടെ ജയിച്ചു വന്നതാണ്, അയാൾ സമ്മതിക്കും. ഇനി മമതാ ബാനർജി ഇവരുടെ ഇന്ത്യസ് മുന്നണിയിലെ സഖ്യകക്ഷിയാണല്ലോ, മമത സമ്മതിക്കും. ഇനി UP-യിൽ അഖിലേഷ് യാദവ് BJPക്ക് 70 മുതൽ 80 സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞാണ്. BJP കിട്ടിയത് 30 സീറ്റ്. അവിടെ മുഴുവൻ BJP മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ മുമ്പുണ്ടായിരുന്ന 72 സീറ്റ് 30 സീറ്റ് ആക്കിയെന്ന് സമ്മതിക്കും. ഈ എന്ത് ലോജിക്കിലാണ് സംസാരിക്കുന്നത്? വെറുതെ ഇങ്ങനെ അങ്ങ് സംസാരിക്കുകയാണ്. BJP എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ BJPയുടെ ക്യാമ്പയിനിൽ BJP ത്രൂ ഔട്ട് പറഞ്ഞ പോലെ 400 സീറ്റിന് മേളിൽ കിട്ടുമായിരുന്നു. BJPക്ക് കിട്ടി 250 സീറ്റാണ്. അപ്പൊ എന്ത് തിരിമറി നടത്തിയെന്നാണ് പറയുന്നത്? ഇതൊക്കെ രാഹുൽ ഗാന്ധി ഇങ്ങനെ വെറുതെ പറയുകയാണ്. ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ഇപ്പൊ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, താങ്കൾക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ട് എങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഫോമിൽ ഫിൽ ചെയ്ത് ഈ തെളിവുകളടക്കം സത്യവാങ്മൂലം സമർപ്പിക്കാം. ഇത് ഇയാൾ ജമ്മത്ത് ചെയ്തില്ല. അത് കാരണം അങ്ങനെ ഒരു തെളിവില്ല ഇയാളുടെ കയ്യിൽ. ഇയാൾക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം, ഒരു കാരണവശാലും സുപ്രീം കോടതിയിൽ പോകത്തില്ല. കാരണം ഇയാളുടെ ഉദ്ദേശം അതല്ല. ഇയാൾ ഇതിങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മഹാന്റെ ഉദ്ദേശം. അല്ലാതെ ഇതിനകത്ത് യാഥാർത്ഥ്യം അറിയണം എന്നുണ്ടെങ്കിൽ, ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ഇയാള് ഈ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ സബ്മിറ്റ് ചെയ്യുക, സുപ്രീം കോടതിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യുക. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇയാള് തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ PPT പ്രസന്റേഷനിൽ ഇങ്ങനെ ആയിരക്കണക്കിന് പേജുകൾ ഇങ്ങനെ ഓടിക്കുക. ഇത് ആർക്കും കണ്ടാൽ മനസ്സിലാവത്തില്ല. ഇങ്ങനെ കുറെ പേജുകൾ കാണിക്കുകയാണ്. എന്നിട്ട് അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് 3-4 പേരുകളും അഡ്രസ്സുകളും പറഞ്ഞു. ഇവർക്ക് അവിടെ വോട്ടുണ്ട്, ഇവിടെ വോട്ടുണ്ട്. അതൊക്കെ ആ വ്യക്തികളിൽ നിന്ന് വന്ന് ഇയാളെ ചലഞ്ച് ചെയ്തു. അതിന് രാഹുൽ ഗാന്ധിക്ക് കൗണ്ടറില്ല. ഈ വ്യക്തികളിൽ നിന്ന് വന്ന് കൗണ്ടർ ചെയ്തു. അതിന് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ മറുപടിയില്ല. എന്നിട്ട് ബാക്കി ഇങ്ങനെ കുറെ പേജ് ബുക്ക് ഇങ്ങനെ തുറന്ന് കാണിക്കും, ഇത് മുഴുവൻ കള്ള വോട്ടുകളാണെന്ന്. അത് കയ്യിലുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിക്കും സബ്മിറ്റ് ചെയ്യുന്നില്ല? അന്വേഷിക്കണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്. ഇയാള് അതൊന്നും ചെയ്യാതെ വെറുതെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളിത് ചെയ്യാൻ ഇപ്പൊ ഇതുകൊണ്ട് വരാനുള്ള ഒരു പ്രധാന കാരണം 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ആരോപണം കർണാടക സ്പെസിഫിക് ആയിട്ടൊരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എടുത്ത് കൊണ്ടുവരാൻ തന്നെയുള്ള പ്രധാന കാരണം. നവംബറിൽ കർണാടകയില് ഈ DK ശിവകുമാർ വിചാരിച്ചു വെച്ചിരിക്കുന്ന അയാൾ മുഖ്യമന്ത്രിയാവുമെന്നാണ്. സിദ്ധരാമയ്യ മാറിക്കൊടുക്കും, ഞാനിപ്പോ മുഖ്യമന്ത്രിയാവും. ഇത് പണ്ടെന്തോ ഇലക്ഷൻ ജയിച്ചപ്പം പിന്നെ ഒരു കരാർ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, അത് പ്രകാരം ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് കരുതി അവിടെ അടി തുടങ്ങി. അപ്പൊ അത് ഒന്ന് മാറ്റി ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണമെങ്കിൽ ഈ മറ്റേതെങ്കിലും ഒരു കോമൺ പ്രശ്നം വരണം. അത്രേ ഉള്ളൂ ഉദ്ദേശം. അതാണ് കർണാടക ബാക്ക്ഗ്രൗണ്ട്. അല്ലെങ്കിൽ നവംബറിലായി കഴിയുമ്പോൾ ഇവന്മാർ തമ്മിലടിച്ച് തീരും. ഈ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവന്മാരെ ഒരു ബാസ്ക്കറ്റിനകത്ത് പലതരത്തിൽ പല വിഷമുള്ള പല പാമ്പുകളെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇവന്മാര് തമ്മിൽ കടിക്കാതെ നോക്കണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരും. ഇവന്മാര് തമ്മിൽ കടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവര് കൊട്ടയിൽ വെളിച്ചാടി വെളിയിൽ നിൽക്കുന്നതിനെ കടിക്കും, റോഡിൽ കൂടെ പോകുന്നതിനൊക്കെ ഇവന്മാര് കടിച്ചാണേ. അതാണ് രാഹുൽ ഗാന്ധി കർണാടകത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. 2, ബീഹാറിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീനപ്പ് നടത്തി. ബീഹാറിൽ നിന്ന് തുടങ്ങിയതാണ് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ചെയ്യും. ഈ ഇലക്ഷൻ ക്ലീനപ്പ് നടത്തിയപ്പോ തന്നെ രാഹുൽ ഗാന്ധിയും പാർട്ടിയും സുപ്രീം കോടതിയിൽ പോയി, ചെയ്യുവേ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ സമ്മതിക്കരുത് എന്ന്. സുപ്രീം കോടതി പറഞ്ഞു, ഈ നമ്മുടെ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ അനധികൃതമായിട്ട് ധാരാളം ആൾക്കാർ ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാൻ ഒരു എക്സസൈസ് നടത്തുന്നതുകൊണ്ട് താങ്കൾക്ക് എന്താണ് കുഴപ്പം? അത് നടക്കട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. അപ്പം മിണ്ടാതെ തിരിച്ചു വന്നിട്ട് പാർലമെന്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഇപ്പം ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, ഈ റിവൈസ്ഡ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിൽ 65 ലക്ഷം ആൾക്കാരില്ല. ഈ 65 ലക്ഷം ആൾക്കാരിൽ ഈ റിപ്പോർട്ടിനകത്ത് ഏതാണ്ട് 22 ലക്ഷം ആൾക്കാർ മരിച്ചുപോയവരാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷത്തിനും ഈ സ്വർഗത്തിൽ ഇലക്ഷൻ സമയത്ത് വന്ന് ഇവന്മാർ വോട്ട് ചെയ്തു. അത് മാറ്റേണ്ടതാണ്. അത് തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. മരിച്ചുപോയ ആൾക്കാരെ 22 ലക്ഷം ആൾക്കാരെ അവർ റിമൂവ് ചെയ്തു. 35 ലക്ഷം ആൾക്കാര് ഈ അനധികൃത കുടിയേറ്റക്കാരാണ്. ഇവന്മാർ ഇന്ത്യക്കാരല്ല, ഇന്ത്യക്കാരാണെന്ന് ഇവന്മാർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവര് ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറി വന്നതാണ്. ഇത് ഇങ്ങനെ തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആര് ഭരിക്കണമെന്നുള്ളത് ബംഗ്ലാദേശ് തീരുമാനിക്കുന്ന സ്ഥിതി വരും. അങ്ങനെ ഒരു 35 ലക്ഷം ആൾക്കാരെ മാറ്റി. പിന്നെ ഒരു 1.5 ലക്ഷം 1.2 to 1.5 ലക്ഷം ആൾക്കാര് ഈ കൊടുത്ത ഫോം സബ്മിറ്റ് ചെയ്ത് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതാണ് അവിടുത്തെ സ്ഥിതി. ഇവിടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ അനധികൃത ആൾക്കാരാണെന്ന് പറയുകയും അത് ക്ലീൻ ചെയ്യാൻ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന കലാപരിപാടിയാണ് രാഹുൽ പാർട്ടിയും ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നാട്ടുകാർ ഇയാൾ പറയുന്നത് വിശ്വസിക്കാത്തത്. രാഹുൽ ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, അതുവഴി ഈ സ്വന്തം ഈ മുന്നണിയിൽ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ശ്രമമാണ്. കാരണം ഇയാളെ ഈ EVM ബിസിനസ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഇയാളെ കൂടെ നിൽക്കുന്ന പലരും ഇയാളെ ആക്ഷേപിച്ചു തുടങ്ങി. ഒമർ അബ്ദുള്ള പബ്ലിക്കായിട്ട് പറഞ്ഞു, കോൺഗ്രസ് തോറ്റാൽ EVM പ്രശ്നം, കോൺഗ്രസ് ജയിച്ചാൽ EVM മാനിപ്പുലേഷൻ. ഇതെന്ത് സിദ്ധാന്തമാണ്? അതുകൊണ്ടാണ് ഇപ്പൊ ഇയാൾ അത് മിണ്ടാത്തത്. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക. ഇന്ത്യക്ക് വെളിയിൽ ഇയാൾ എപ്പോൾ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇയാൾ ആക്ഷേപിക്കുകയാണ്, ഇയാൾ പബ്ലിക്കായിട്ട് ആക്ഷേപിക്കുകയാണ്. അങ്ങനെ രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ലോകത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അതൊക്കെയാണ് ഇയാളുടെ പ്രധാന ഉദ്ദേശം. ഏതായാലും കണ്ടന്റ് ഇല്ലാത്ത, ലീഗലി സ്റ്റാൻഡ് ചെയ്യാത്ത ഒരു ആരോപണവും അധികം നാൾ നിലനിൽക്കില്ല. രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്, അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ ലീഗൽ സിസ്റ്റത്തിന് മുന്നിൽ ഉള്ള തെളിവുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ നിയമപരമായിട്ട് നേരിടുക. അത് പറയുമ്പോൾ അതൊന്നുമില്ല, ഞാനിങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ട് ഞാൻ ഓടും. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ തുപ്പിയെ ചോടുക എന്നുള്ളതാണ്, സ്പിറ്റ് ആൻഡ് റൺ. നിയമം ഒന്നും എനിക്ക് ബാധകമല്ല, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. ഇതെന്ത് കലാപരിപാടിയാണ്? ഇതുകൊണ്ടാണ് ഇയാളെ ജനങ്ങള് കാര്യമാത്ര പ്രസക്തമായിട്ട് എടുക്കാത്തത്. കൂടെ നിൽക്കുന്നവർ പോലും തള്ളി പറഞ്ഞു തുടങ്ങി, എന്നിട്ടും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം കാത്തിരുന്ന് കാണാം. താങ്ക് യു സോ മച്ച്. വന്ദേ ഭാരത്.